ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ പുറത്താണ്. രാത്രി സമയം 2 മണി കഴിഞ്ഞ് 10 മിനിറ്റായി. അമ്മുവിൻ്റെ ഫ്ലൈറ്റ് 11:30 മറ്റോ വരേണ്ടത് ലേറ്റായി. ഞങ്ങളിവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക്, ഇന്ന് എൻ്റെ ഡ്രൈവർ വേറെയാണ് കേട്ടോ, ജോബിന് പോയപ്പോൾ എനിക്കൊരു പുതിയ ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടന് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട്, എനിക്കാണെങ്കിൽ ഇതുപോലെ വഴിയിൽ നിന്ന് ചായ കുടിക്കാനൊന്നും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പുള്ളിക്ക് ചായ കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വന്നു. അമ്മുവിൻ്റെ കോൾ വരുന്നു, ആ കോളൊന്നും എടുക്കും. ഇമിഗ്രേഷൻ കഴിഞ്ഞു, പെട്ടിയെടുക്കുന്ന അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനാണ് അമ്മ വിളിച്ചത്. തട്ടുകടയിൽ ഞാനൊരു തട്ടുകടയല്ല, ഒരു ചെറിയ കഫേ പോലത്തെ സ്ഥലമാണ്. പക്ഷെ ഇങ്ങനെ വഴിയിൽ നിന്ന് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് കാലങ്ങളായി കേട്ടോ. ഞാൻ ഓർക്കുന്നെങ്കിൽ ലാസ്റ്റ് നമ്മളിങ്ങനെ ചായ കുടിച്ചത് ഒരു വ്ളോഗിലുണ്ട്. ഞങ്ങൾ പണ്ട് യൂറോപ്പ് വിസയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ കാറ് ഡ്രൈവ് ചെയ്ത് പോയിട്ട്, അമ്മുവാണ് ഡ്രൈവ് ചെയ്ത്, നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് വന്നാൽ അന്ന് കിച്ചുവിനൊരു ഷൂട്ടുണ്ടായിരുന്നു. കിച്ചു ഒന്നും വന്നില്ല, ഞങ്ങൾ കാറ് ഡ്രൈവ് ചെയ്ത് തിരിച്ച് വന്നപ്പോൾ നമ്മൾ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു ഏരിയയിൽ ദൂരെ നിർത്തി കട്ടൻ ചായയോ എന്തൊക്കെയോ ഒക്കെ കഴിച്ചു. അന്നാണ് ലാസ്റ്റ് ഇങ്ങനെ വഴിയിൽ നിന്ന് ഒരു ചായ കുടിച്ചത്. പിന്നെ ആ നോർമൽ ടൈമിലായിരുന്നെങ്കിൽ എനിക്ക് നമ്മുടെ അരുൺ വന്നേനെ. പിന്നെ ടൈം അങ്ങ് വല്ലാതെ മാറി 2 മണിയൊക്കെ കഴിയുന്നതായപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ ചേട്ടനെ പൊക്കിക്കൊണ്ടുവന്നത്. കിച്ചു നല്ല ഡ്രൈവറാണ് കേട്ടോ. കിച്ചു വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ ധൈര്യമായിട്ടിരിക്കുകയെന്നല്ലേ, ഭയങ്കര കൺട്രോളിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചു നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ, ഐ മീൻ എപ്പോഴും ഞാനും കിച്ചുമായിട്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി ആർഗ്യൂ ചെയ്യാറുണ്ട് നമ്മൾ തമ്മിലൊക്കെ. പക്ഷേ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നല്ല മൂഡിലൊക്കെയാണ്. കിച്ചുവിൻ്റെ കൂടെ ഒരു ലോങ് ഡ്രൈവ് പോകാൻ നല്ലതാണ്. ഇവിടെ നിന്ന് ലൈക്ക് ഒരു ചെന്നൈ വരെയൊക്കെ ഉള്ള ഡ്രൈവ്, കാരണം അത്ര നല്ല ഡ്രൈവർ, നന്നായിട്ട് വണ്ടി ഓടിക്കും. ഞാനും കിച്ചുവൊക്കെ ആയിട്ട് എപ്പോഴും ഡ്രൈവറേയും കൊണ്ട് ഞങ്ങൾ കുറച്ച് ലോങ് പോകുമ്പോൾ ഞങ്ങൾ ഡ്രൈവർ ബാക്ക് സീറ്റിലായിരിക്കുന്നത്, കിച്ചുവായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. കാരണം അത്ര നല്ല ഡ്രൈവറായതുകൊണ്ട് എനിക്ക് കിച്ചുവിൻ്റെ കൂടെ കിച്ചു ഡ്രൈവ് ചെയ്താലേ നമുക്കൊരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. കിച്ചുവിൻ്റെ ഗുരു നമ്മളെ ഹാജിക്കാണ്. അപ്പോൾ ഹാജിക്ക അതിനേക്കാൾ അടിപൊളി ഡ്രൈവറാണ്, അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കണം. അപ്പം കിച്ചു സാധാരണ നമ്മൾ ഒരുപാട് ഡ്രൈവേഴ്സ് കിച്ചുവിൻ്റെ ഒരുപാട് പഠിച്ചെടുക്കാറുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊന്നും അധികം അങ്ങനെ പഠിച്ചിട്ടില്ല. ഇപ്പോൾ മിക്കപ്പോഴും കിച്ചുവിനിപ്പോൾ ഒരു എക്സ്ട്രാ തിരക്കൊക്കെ ലൈഫിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഫോൺ കോൾസൊക്കെ വരുന്നതുകൊണ്ട് കിച്ചു പൊതുവേ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ സൈഡിൽ ഇരിക്കത്തേ ഉള്ളൂ, ഡ്രൈവ് ചെയ്യാറില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് ലോങ് ഡ്രൈവ്സ് കിച്ചുവിൻ്റെ കൂടെ പോകുന്നത്. ഈ റോഡിൽ കൂടെയൊക്കെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ കുറേ പോയിട്ടുണ്ട്. ഞാൻ ഓൾ സെയിൻസിലായിരുന്നു. അയ്യോ, അമ്മുവിൻ്റെ കോൾ വരുന്നു, ഒരു സെക്കൻഡ്. കാറിൽ കയറി പതുക്കെ അകത്തോട്ട് പോകുന്നു. നല്ല ഡ്രൈവറാണ്, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മളെപ്പോഴും നല്ലതാണ്. ഓ കേട്ടോ, അങ്ങനെ വീടെത്തി. ഇപ്പോൾ സമയം രാത്രി 3 മണി. ശരിക്കും പറഞ്ഞാൽ സമയത്ത് വന്നിരുന്നെങ്കിൽ അമ്മൊക്കെ ഒരു 12 മണിക്ക് വീടെത്തിയേനെ. 12 മണിക്കൊക്കെ വീടെത്തിയെങ്കിൽ നമുക്ക് ഉറക്കം മിസ്സാവുന്നതിൻ്റെ ഇഷ്യൂസൊന്നും വരില്ലായിരുന്നു. ഇവിടെ ആങ്കിൾ ശരി. അപ്പോൾ വേറൊന്നുമില്ല. അമ്മ കുളിക്കാൻ പോയി. ഇനി എനിക്കൊന്ന് ദേഹം കഴുകണം. ഞാൻ ആക്ച്വലി രാത്രി പല്ലൊക്കെ തേച്ചിട്ടായിരുന്നേ. അപ്പോഴാണ് കിച്ചനോട് പോയിട്ട് എനിക്കൊരു ചായ കുടിക്കേണ്ടില്ല. ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നേ. മഴ എന്നൊക്കെ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു, പെരുമഴ. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ കിടന്ന കാറെല്ലാം പൊക്കി ഫ്രണ്ടിൽ കൊണ്ടിട്ടു. ചെറിയ കാറെടുത്ത് അപ്പുറത്ത് വാനതയുടെ വീട്ടിൽ കൊണ്ടിട്ടു. അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നുവെച്ചാൽ വെള്ളപ്പൊക്കത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒന്ന് കാണിച്ചു കേട്ടോ. പെട്ടെന്ന് കുഴപ്പമില്ല. നിന്ന് കുറേ മണിക്കൂർ കറണ്ടില്ലായിരുന്നു. കറണ്ടൊക്കെ കുറേ നേരം ഇല്ലായിരുന്ന ഇൻവേർട്ടറൊക്കെ പണി മുടക്കും. ഒരു 4 മണിക്കൂർ വരെയൊക്കെ അങ്ങ് പോവും ഇൻവേർട്ടർ. പിന്നെ അവിടെ ഞങ്ങൾ ഒറ്റ ഫാനും ഒറ്റ ലൈറ്റ് വിട്ടിരുന്നു. പിന്നെ എന്തായാലും ഭാഗ്യത്തിന് രാത്രി കറണ്ടൊക്കെ വന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്, ഉറങ്ങാൻ പോട്ടെ.
പിന്നെ എന്തോ ഞാൻ പറയണമെന്ന് വെച്ചല്ല, ഒരു സൗണ്ട് കേട്ടോ, തവളയുടെ സൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നാളെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 1-2 ദിവസം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹോം വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട് കിച്ചണിൽ വർക്ക് തുടങ്ങിയോ? ഇല്ല, കിച്ചണിലോട്ട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, ഒക്കെ ചെയ്യണം, ഒന്നും ആയിട്ടില്ല. മേ ബി ഈ ഒരു കമ്മിങ് വീക്ക് എല്ലാം ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഇന്നിങ്ങനെ ലേറ്റായിട്ടാണ് ഉറക്കമാണിയിട്ട്. കാരണം അമ്മു വന്ന് ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് കിടക്കാൻ പോയപ്പോഴത്തേക്ക്, സഫീല വന്നു കിടക്കാൻ പോയപ്പോഴത്തേക്ക് 3:30, ഉറക്കം വന്നപ്പോഴത്തേക്ക് എന്തായാലും 4 മണിയായി കാണും, ലേറ്റായി. അതുകൊണ്ട് ഞാനെന്നൊരു അലാമൊക്കെ ഓഫാക്കി. അലാമൊന്നും വെക്കുന്നില്ല, നല്ല പൊരുന്ന് ഉറങ്ങി. അയ്യോ, നമ്മുടെ ചെടികളെല്ലാം വീണ് കിടക്കുവാണല്ലോ ഇന്നലത്തെ മഴയിൽ. ഇതാ അങ്ങോട്ട് എല്ലാം പൊക്കി വെച്ചു. ഗുഡ് മോർണിംഗ്. കാർ ഷെഡിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നല്ലത്. ഇന്നലെ പെട്ടെന്ന് മഴയാകും ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വരാൻ തുടങ്ങി. കാർ ഷെഡിൽ റോഡിൽ നല്ല വെള്ളമായി. പണ്ടൊക്കെ ഇതുപോലെയൊക്കെ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം മഴ നിൽക്കാതെ പെയ്താൽ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളമാവും. പിന്നെ കാറ് വെള്ളത്തിലാവും. ഞങ്ങളുടെ ഒരു കാർ അങ്ങനെ കേടായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഒരു അത്യാവശ്യം മഴ വന്നാലും ഞങ്ങൾ ഇവിടെ കിടക്കുന്ന കാറിന് എങ്ങനെയെങ്കിലും ഫ്രണ്ടിലെത്തിക്കും. അങ്ങനെ ഇന്നലെ ആ മഴയിൽ മിക്കപ്പോഴും ഇതുപോലെ ഒരു ഭയങ്കര മഴ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഡ്രൈവേഴ്സ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എപ്പോഴും കിച്ചു കറക്റ്റ് ഇവിടെ കാണും. ആ ആക്രോബാറ്റിക് പരിപാടിയൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിച്ചുവിനാണ് ലഭിക്കുന്നത്. എനിക്കിതുപോലെ മഴ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. ഒന്നുമല്ല പാമ്പൊക്കെ കാണുമെന്നുള്ളൊരു പേടി, ഒന്ന് കുറച്ച് വൃത്തിഭ്രാന്തമുള്ളത് കൊണ്ടുള്ളൊരു പേടി. പക്ഷെ എന്നാലും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആരും അതിന് പോകത്തുമില്ല. അങ്ങനെ ഇന്നലെ ഇവിടെ കാറൊക്കെ മാറ്റിയിട്ട് കുറച്ച് CCTV ഫുട്ടേജ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നമ്മുടെ കുറച്ച് കോമഡി കാണാം.
വാങ്ങിയിട്ടുള്ളത്. ഇത് ജപ്പാനിൽ പോയി വാങ്ങിയത്. ഇതാ നമ്മുടെ കബേർഡ് ഒന്നും വെച്ചില്ല, ഇനി എല്ലാം വെക്കണം. അമ്മുവിൻ്റെ പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്തു. ഞാനും അമ്മുവൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് വന്നോണ്ടല്ലോ, അന്നോ പിറ്റന്നോ തന്നെ നമ്മൾ പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്ത് യൂസ് ചെയ്യാത്ത ക്ലോത്ത്സൊക്കെ മാറ്റി, യൂസ് ചെയ്ത ക്ലോത്ത്സൊക്കെ എടുത്ത് മൈക്ക് സെറ്റ് തുടങ്ങി. യൂസ് ചെയ്ത ക്ലോത്ത്സ് എടുത്തിട്ട് വാഷിംഗ് മെഷീനിലുള്ളത് കൈ കഴുകളൊക്കെ മാറ്റി ഞങ്ങളൊരു 2 ഡേയ്സിൽ കംപ്ലീറ്റ് മാറ്റും. പക്ഷേ ഇഷാനി ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടി ഇപ്പോഴും വയ്ക്കും. ഹൻസിക്കാണ് നമ്മൾ വഴക്കൊക്കെ പറയുകൊണ്ട് ഹൻസ് മാറ്റി. ഇഷാനി ഇപ്പോഴും ഇഷാൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇഷാൻ്റെ പെട്ടിയിലിരിക്കും. അയ്യോ, ഞാൻ എന്തോ പറയാനാണല്ലോ അന്ന്. കിച്ചൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അർജുൻ എന്ന് വരും. ഞാൻ പറയണില്ലേ, അമ്മു ചേച്ചി വന്നാലേ വരൂ, അമ്മു ചേച്ചി വന്നാലേ വരും പറയും. അവൻ ഇങ്ങനെ വരാതെ നിൽക്കുമായിരുന്നു. ഇന്ന് അമ്മു വന്നു. ഞാൻ പറയാം, നീ ഇപ്പം അമ്മുവിനെ മോഡലാക്കാൻ ഇരിക്കുവാണോ നിൻ്റെ കമ്പനിക്ക് വേണ്ടി എന്ന് ഞാൻ ചോദിച്ചാൽ. കാശ് കൊടുത്താലേ മോഡലാവത്തുള്ളൂ, ഫ്രീ ആയിട്ടൊന്നും ആരും മോഡൽ ചെയ്ത് തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിച്ചൺ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഗ്യാസ് കണക്ഷൻ്റെ സാധനമുണ്ട്. പിന്നെ ഒരു മറ്റേ ഹുണ്ടൻ ഹോബ് വെച്ചതിൻ്റെ അവിടെ ചെറിയൊരു എന്തോ ഒരു സാധനം കൂടെ ചെയ്യാനുണ്ട്. അതിൻ്റെ പണിക്കാർ നമ്മുടെ ആ പണി ചെയ്ത ഒരു രാജസ്ഥാനി ഗ്രൂപ്പായിരുന്നു ഇവൻ്റെ വർക്കേഴ്സ്. അവരേതോ ആരുടെ കല്യാണം എന്ന് പറഞ്ഞ് നാട്ടിൽ പോയി. അപ്പോൾ അവരിപ്പോൾ വന്നിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ഒരു ചെറിയ പണിയും കൂടെ ബാലൻസ് ഉണ്ട്. അത് കിച്ചൺ യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമുക്ക് മുകളിൽ യൂസ് ചെയ്ത് അതിപ്പോൾ അങ്ങ് ശീലം. അവിടെയാണെങ്കിൽ എന്ത് എന്താണ് വൃത്തികേട് കാണിച്ചാലും ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അവർ വളരെ ഹാപ്പിയാണ്. സഫീലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവിടെ. കാരണം അങ്ങ് എന്ത് വേണോ കാട്ടിക്കൂട്ടി ഇടാമല്ലോ. അവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന അവിടുത്തെ മതിലെല്ലാം കുളമായി. എല്ലാം മസാല മറ്റേ മിക്സിയിലടിക്കുമ്പോൾ അത് തെറിച്ചു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ്. ഇനി അവിടം ക്ലീൻ ചെയ്യണമെന്നാണ് എനിക്ക് അടുത്ത ടാസ്ക്. സാധനം താഴോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഇനി അവിടെ ഫുൾ പെയിൻറ്റ് ചെയ്ത് അത് 2 ദിവസത്തെ പണിയാണ്. അത് വലിയ ടാസ്ക്കാണ്. അവിടുത്തെ ഫ്ലോറാണെങ്കിൽ നല്ല ഫ്ലോറായിരുന്നു. ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ അവിടെ ഞങ്ങൾ മറ്റേ ഈ തറോട് പോലത്തെ സംഭവമായിട്ടിരുന്നത്. അതിലെല്ലാം ഇപ്പോൾ സ്റ്റെയിനായി. ഈ സാധനം ഫുഡ് സ്റ്റെയിൻസൊക്കെ ഈ വീഴുന്നത് അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യാതെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ക്ലീൻ. ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ പോയിട്ട് ഞാൻ ഇടയ്ക്ക് ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കുറേ ദിവസം ഇവിടെ ഇല്ലല്ലോ, ഞങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ അതിങ്ങനെ ജസ്റ്റ് ആയിട്ട് അതൊക്കെ കുളം. ഇനി അതൊക്കെ ഇരിക്കും. നല്ലപോലെ നമ്മളിതിനോട് കുത്തിയിരുന്ന് ഉരച്ച് തേച്ച് നീറ്റാക്കണം. നല്ല പണിയാണ്. ഓസിയുടെ വളകാപ്പിൻ്റെ ഫങ്ഷൻ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ്. ഓസിയുടെ സാരിയൊക്കെ സെറ്റാണ്. ഇവരൊക്കെ ഉള്ള റെഡിയാണ്. ഞാനിതുവരെ എന്തിടണമെന്നേ തീരുമാനിച്ചില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കബേർഡ് തുറന്നിട്ട് നോക്കും. ഇതിട്ടാലോ അതിട്ടാലോ. പുതിയതൊക്കെ ഇടാനൊക്കെ ഒരു മടി, വാങ്ങാനൊക്കെ ഒരു മടി. ഞാൻ എനിക്ക് വെറുതെ എന്തെങ്കിലും ഏതെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഏതെങ്കിലും ഇട്ടാൽ പോരെ. എനിക്കാണെങ്കിൽ 2 പട്ടുസാരി ഇരിപ്പുണ്ട്. ഞാൻ ഒന്നൊരിക്കൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. എക്സ്പെൻസീവാണ്. മറ്റൊരെണ്ണവും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയത്, അതും വളരെ എക്സ്പെൻസീവ് സാരിയാണ്. പക്ഷേ അപ്പോൾ എനിക്കാണെങ്കിൽ ഇത്തിരി കസവൊക്കെ കൂടുതലുള്ള, അത്രയും കസവുള്ള നമ്മൾ പിള്ളേർ പോലും എടുക്കത്തില്ല. ഈ കസവൊക്കെ ഉള്ള ഒരുപാട് കസവൊക്കെ ഉള്ള ഇടാൻ എനിക്ക് ഇത്തിരി ചമ്മലായിരിക്കും. കസവ് കുറഞ്ഞത് ഇടാനാണ് ഇഷ്ടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാരി എടുത്ത് ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് ഞാൻ ഇടൂലിനുള്ള ഗട്ട്സ് എനിക്കില്ല എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ഇടാം. ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു. പിന്നെ എന്തായാലും കുഴപ്പമില്ല. ബ്ലൗസൊക്കെ നമ്മൾ എത്തനിക് ബ്യൂസിൽ കൊണ്ടു കൊടുത്താൽ എനിക്കൊക്കെ എമർജൻസി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മേശിരി 2 ദിവസം തച്ച്. അതുകൊണ്ടൊക്കെ ടെൻഷനില്ല. ലാസ്റ്റ് മിനിറ്റ് എടുത്ത് ഓടിക്കൊണ്ട് കൊടുത്താലും മതി. ഞാനെപ്പോഴും അഹമ്മദാബാദിലൊക്കെ പോയപ്പോൾ വാങ്ങിച്ചൊരു സാരിയുണ്ട്, അത് അൺയൂസ്ഡാണ്. അതിനും ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചിട്ടില്ല. പക്ഷേ അത് ഈ ഒരു ഫംഗ്ഷന് ചേരത്തില്ല. അതൊരു നമ്മുടെ ഇതൊരു സൗത്ത് ഇന്ത്യൻ ഫംഗ്ഷനല്ലേ, ആ ഫംഗ്ഷന് ചേരത്തില്ല. ഞാൻ ആലോചിക്കുക, ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന ആ സീസണിൽ ഇങ്ങനെ ഒന്നും പരിപാടികളില്ലായിരുന്നു. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ലൈഫ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഈവൻ ഈ ഒരു പ്രഗ്നൻസി ഫോട്ടോഗ്രാഫി, കുഞ്ഞു ബേബി ജനിച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫി, അതെല്ലാം ഒരു 15 ഇയേഴ്സിന് ഇപ്പുറത്തോട്ടാണ് വളരെ കോമൺ ആയത് എമംഗ് പീപ്പിളില്ല. ഇങ്ങോട്ട് നമുക്ക് ഇന്ത്യയിൽ ഇവിടെയൊക്കെ അതിന് മുന്നെയൊക്കെ നമ്മൾ ഫോറിനേഴ്സിൻ്റെ ഒക്കെ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഇവിടെ നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. പ്രഗ്നൻസി ഫോട്ടോ, കുഞ്ഞ് ജനിച്ചിട്ടുള്ള ഫോട്ടോ ഞങ്ങളതൊന്നും ചെയ്യില്ല. ഞങ്ങൾ മക്കളൊക്കെ ജനിച്ച് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് ആകാറാകുമ്പോൾ ഫസ്റ്റ് ഫോട്ടോ നമ്മൾ ബാബാ സ്റ്റുഡിയോ 28 കഴിഞ്ഞിട്ട് ബാബാ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയായിരിക്കും ഫസ്റ്റ് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത്. കുഞ്ഞായിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 3 മാസം ആകുമ്പോൾ എടുക്കും. പിന്നെ ഒരു കമന്ന് കിടക്കാൻ തുടങ്ങുമ്പോൾ കൊണ്ടുപോയി എടുക്കും. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ, പിന്നെ വീട്ടിൽ നമ്മൾ ക്യാഷ്വലി എടുക്കുന്നൊക്കെ ഉണ്ട്. അല്ല നമ്മുടെ ഫോട്ടോ ഷൂട്ട്സ് അതുപോലെ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ
മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്കാണെങ്കിൽ അയ്യോ അതൊക്കെ പണ്ട് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ 4 പ്രാവശ്യം എനിക്കൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. അതൊന്നും നടന്നില്ല. നമ്മുടെ ലൈഫിൽ നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ എൻ്റെ മക്കൾക്ക് 28 ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അത് നടന്നിട്ടേ ഇല്ല. ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം അമ്മു ജനിച്ച സമയത്ത് ഫസ്റ്റ് എൻ്റെ വീട്ടിലായിരുന്നു. ഞാനൊരു അപ്പോൾ 19 days ഉള്ളപ്പോൾ അവിടെ അത്ര ഒരു ഇതല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് കിച്ചുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്മൂന് 19 days ആയപ്പോഴത്തോടെ കിച്ചുവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നു. ഇവിടെ ആയിരുന്നത് കൊണ്ട് അമ്മൂന് 28ൻ്റെ ആ ദിവസം കിച്ചു ഇവിടെയും ഇല്ല, ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഞാൻ എൻ്റെ ഓരോ മക്കളും ജനിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ, പ്രസവിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഞാനങ്ങനെ ചെയ്തിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ ചെയ്തില്ലെങ്കിൽ അതൊന്നും വാങ്ങിക്കൊണ്ട് തരാൻ വേറെ ആരുമില്ല എന്നുള്ള അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ട അരഞ്ഞാണം, വള, തള, മാല എല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 28ൻ്റെ അന്ന് ഞാനാണ് അമ്മൂനെല്ലാം ഇട്ട് കൊടുത്തത്. കിച്ചുവിൻ്റെ അച്ഛൻ അന്ന് ഒരു അരഞ്ഞാണം വാങ്ങി. അങ്ങനെ അമ്മൂന് 2 അരഞ്ഞാണം ഉണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ 28 ഫംഗ്ഷൻ ഞങ്ങളുടെ ഒരു മക്കൾക്ക്. അപ്പോൾ അമ്മൂന് നടത്താത്തത് കൊണ്ട് അമ്മൂൻ്റെ ഒരു വീട്ടിൽ ഞാനും അമ്മുവും മാത്രമായിരുന്നു. കിച്ചുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. വേറെ ആരും അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. നമ്മളൊന്നും പരിപാടിയായിട്ട് നടത്തിയിരുന്നില്ല. അതുകൊണ്ട് ഓസിക്കും ഇഷാനിക്കും ഹൻസുവിനും ഒന്നും നമ്മൾ 28 അങ്ങനെയൊന്നും ഒന്നും നടത്തിയില്ല. വീട്ടിൽ തന്നെയായിരുന്നു. ഓസിക്ക് ഞാൻ അരങ്ങാണം കെട്ടി. ഇഷാനിക്കും ഹൻസുവിനും ആയപ്പോഴത്തേക്ക് ഇഷാനിക്ക് അമ്മുവാണ് അരങ്ങാണമൊക്കെ ഇട്ട് കൊടുത്തത്. ഹൻസുവിനായപ്പോൾ ഇവരെല്ലാവരും കൂടെയൊക്കെ തന്നെ ഓരോരുത്തർ ഓരോന്നൊക്കെ മാറ്റിയിട്ടു. പണ്ട് നമ്മുടെ വീട്ടിൽ തന്വി ജനിച്ച സമയത്ത് നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വലിയ ഫങ്ഷനൊക്കെ ആയിരുന്നു തന്വിയുടെ. അതാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള വലിയൊരു തന്വിയുടെ 28ന് നൂലുകെട്ട് ഫംഗ്ഷൻ്റെ അന്ന് എടുത്ത് കുറച്ച് അതന്ന് നടന്ന് വളരെ നന്നായി. കാരണം അന്ന് വീഡിയോ ക്യാമറ ആളുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അമ്മുവിൻ്റെയൊക്കെ കുറച്ച് നല്ല ഫുട്ടേജസ് ഉണ്ട്. അമ്മു ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ഇല്ലേ, കാത്ത് മേലെ എന്നൊക്കെ പറയും, പാട്ടിൽ അമ്മു എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കണം. അത് ഓസി കുഞ്ഞായിരുന്നപ്പോൾ ഓസിയും തന്മയും കിടക്കുന്നു, അമ്മു അവരെങ്ങനെ അടിക്കാൻ നോക്കുന്ന പോലത്തേക്ക് ഒരു വിഷ്വലൊക്കെ അന്ന് എടുത്തതാണ്. അന്നത് നടന്നത് വളരെ നന്നായി എന്ന് ഞാൻ ആലോചിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷ്വൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാതെ പോയത്. അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഫങ്ഷൻസ് നടത്തില്ല. ഇവൻ അമ്മുവിൻ്റെയും ഓസിയുടെയും ഇഷാനിയുടെയൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ പോലും ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. ആഘോഷങ്ങളൊന്നും അങ്ങനെയില്ല. ഞങ്ങൾ മാത്രം വീട്ടിലെപ്പോഴും കാണും കേട്ടോ ഒരു കുഞ്ഞാഘോഷം. അല്ലാതെ അതറിയില്ല. ഹൻസിക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മക്കളെല്ലാവരും ഒക്കെ ഇച്ചിരി വലുതൊക്കെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ടും നമ്മുടെ അന്നത്തേക്ക് ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നതുകൊണ്ടും അന്ന് ഹൻസുവിന് ഒരു നല്ല ബർത്ത്ഡേ പാർട്ടിയൊക്കെ വെച്ചിരുന്നു. ഇവിടെ അന്ന് നമ്മൾ ഇപ്പോഴത്തെ ഹിൽട്ടൺ അന്നത്തെ മുത്തൂറ്റ് പ്ലാസ ആയിരുന്നു. മുത്തൂറ്റ് പ്ലാസ ഹോട്ടലായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഹൻസുവിൻ്റെ. ഈ അമ്പലത്തിന് ഉത്സവം നടക്കുന്ന അവരാണെങ്കിൽ ഒരു സ്പീക്കർ ഇവിടെ കൊണ്ടുവച്ചേക്കാണ്. ഈ ഒരു പോസ്റ്റ് കൊണ്ട് രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങുന്നത് രാത്രി വരെ പോവും. ആൻഡ് ഇവിടെ ഇവർക്കൊക്കെ ഏതൊക്കെയോ കുറച്ച് റെക്കോർഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും പറ്റുന്നില്ല. കാരണം ഇങ്ങനെ എപ്പോഴെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് വരും കേട്ടോ. ഇനി 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അത് ചെറിയൊരു ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഇഷാനിക്ക് ഇന്നൊരു വീഡിയോ എടുക്കണമേ. അപ്പോൾ പക്ഷേ നമ്മളിവിടെ അത് എടുക്കാൻ പറ്റത്തില്ല. കാരണം എത്രയൊക്കെ നമ്മൾ ജനൽ അടച്ചാലും ഈ സൗണ്ട് അത്ര ലൗഡാണ്. ഇവിടെ സ്പീക്കർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും നമ്മളിന്ന് ഓസി ഇല്ലല്ലോ. അപ്പോൾ ഓസിയുടെ ഫ്ലാറ്റിൽ പോയി അവിടെ എടുക്കാനാണ് പ്ലാൻ. എനിക്കിന്ന് ഹോർലിക്സിൻ്റെ ഒരു കൊളാബ് ഷൂട്ടിൻ്റെ ദിവസമായിരുന്നേ. ഇന്നെല്ലാം ഫിക്സ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ ഇവിടെ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ കളറൊക്കെ ചെയ്തു. ഇവിടെ അത്രയും നേരമായിരുന്നു. ജപ്പാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ കളർ ചെയ്തില്ല, ഹെയർ കളറൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് വാഷ് ആൻഡ് സെറ്റൊക്കെ ചെയ്ത്. അപ്പോൾ രാത്രിയായപ്പോൾ അവർ വിളിച്ചു തുടങ്ങി ഇന്ന് എടുക്കണ്ടാന്ന്. അപ്പച്ചി വീഴാൻ പോയാ? അപ്പച്ചി കണ്ടില്ല പെട്ടി അമ്മൂൻ്റെ. എനിക്ക് അപ്പച്ചി അല്ലേ നടന്നു പോകണം. അമ്മൂര് പെട്ടി അവിടെ തുറന്നിരുന്നു. അപ്പച്ചി പാവം ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാനിന്ന് ചമ്മിപ്പോയി. ഞാൻ എൻ്റെ മുടിയൊക്കെ നന്നായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞത്. അവരിനി 3-4 ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാഡായി. നമ്മുടെ കാറ് അപ്പുറത്ത് വാനതിയുടെ അവിടെ ഇട്ടേക്കുക. ഇനി ഡ്രൈവർ ആരെങ്കിലും വരുമ്പോൾ അതിനെ ഇനി പുറത്തെടുക്കണം. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ ഇനി ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം ചക്ക അവിയൽ നിങ്ങളുടെ വീട്ടിൽ വെക്കാറുണ്ടോ? ചക്കച്ചുളയും നമ്മൾ മുരിങ്ങയൊക്കെ ഇട്ടിട്ടാക്കുന്നതാണ് ചക്ക അവിയൽ. ഇവിടെ അമ്മൂനും എനിക്കും കിച്ചുവിനും ഒക്കെ ഇഷ്ടമാണ്. ശനി അൻസൂരൊന്നും വലിയ ഇഷ്ടമല്ല. അതാണ് എൻ്റെ മെയിൻ ഇത്. പിന്നെ വേളാപ്പാര എന്ന് പറഞ്ഞൊരു മീനിൻ്റെ കറിയുണ്ട്. ഫ്രൈ ചെയ്തുകൊണ്ടപ്പച്ചി നെത്തോലിയോ ഫ്രൈ ആ മീനിൻ്റെ ആണോ? ഓക്കെ. അതാണ് ഇന്ന് വെക്കുന്നത്. 2 കറി വെക്കുന്ന
അപ്പച്ചിക്ക് കുറേ ദിവസം കൊണ്ട് കരുവാട് കഴിക്കാൻ കൊതിയായിട്ടിരിക്കും അല്ലേ? അല്ലല്ല, അപ്പച്ചി എന്നോട് പറയാം എന്തോ കരുവാടിരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു വെജിറ്റബിൾ ഉണ്ട്, ആ വെജിറ്റബിൾ ഇട്ടിട്ട് നമുക്ക് കരുവാട് ഉണക്കമീനൊക്കെ അതിട്ടിട്ട് കറി വയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് മറ്റേ മീൻകറിയും വെക്കുന്നുണ്ട്, ഉണക്കമീൻ കറി. അപ്പോൾ ചില ദിവസമൊക്കെ അപ്പച്ചിക്കൊരു കറി കഴിക്കാൻ കൊതിയായ അപ്പച്ചി ആ കറിയാക്കും. ആ കറി ഇവിടെ എനിക്ക് അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്ര തന്നെ. ഇനി ഫുഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. എൻ്റെ രണ്ടാമത്തെ ഫോൺ ബെല്ലടിക്കുന്നു, പോയി എടുക്കട്ടെ. അമ്മു ചേച്ചി വന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ വന്ന മഹാൻ. അമ്മു ചേച്ചി മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ട് ഇവന് ഫ്രീ ആയിട്ട് മോഡൽ ചെയ്യാൻ നിൽക്കുന്നു എന്ന് ഇവൻ വിചാരിച്ചു. ഫിഷ് കറി, ഉണക്കമീൻ കറി എല്ലാവരും കഴിച്ചു തീരാറായി. ചക്ക മുരിങ്ങാക്ക അവിയൽ, മോര് കറി, വയലറ്റ് ക്യാബേജ് തോരൻ. ഇതൊന്നും ഇഷാനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ല. ഇഷാന് മീൻകറി എടുക്കുന്നില്ല. അങ്ങനെ അർജുൻ വന്നു, കിച്ചൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് പോയി. ഇന്ന് എനിക്ക് ഇഷാനിയുടെ കൂടെ ഒരു ഷൂട്ടിന് പോകണം. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ തന്നെ എടുക്കാമായിരുന്നു, പക്ഷേ ഇവിടെ ഈ മൈക്ക് വെച്ചിട്ട് ഭയങ്കര സൗണ്ടായിട്ട് വോയിസ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഇനി അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഓബസിയുടെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷെയർ ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ഇഷാനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ ഫ്ലാറ്റിലോട്ട് പോകുന്നു. ബാക്കിലിരിക്കുന്നതെല്ലാം ഓസിയുടെ വാഷ് ചെയ്യാൻ കൊണ്ടുവന്ന ക്ലോത്ത്സ് ആൻഡ് ഇഷാനിയുടെ നമ്മൾ ജപ്പാനിൽ കൊണ്ടുപോയി പെട്ടിയുടെ പൂട്ടിന് ചെറിയൊരു എന്തോ പറ്റി. അപ്പോൾ നമ്മൾ സ്റ്റൈൽ പ്ലസ് വാങ്ങിയതാണ്. അവിടെ ഒന്ന് റിപ്പയർ ചെയ്യാൻ കൊണ്ട് കൊടുക്കണം. ഇഷാനിയുടെ ഷൂട്ട് ചെയ്യണം, തിരിച്ചു വരണം, അത്ര തന്നെ. വീട്ടിലെന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങണം. ഇന്നെനിക്ക് ഡ്രൈവേഴ്സ് ആരും ഇല്ലായിരുന്നു. അരുൺ വരുമെന്ന് പറഞ്ഞത്, പക്ഷെ നമുക്കിപ്പോൾ വീട്ടിൽ ഷൂട്ടൊക്കെ നടന്നുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് പറയും. എന്തായാലും ഇപ്പോൾ ഇഷാനിയുടെ കൂടെ പുറത്ത് പോകുമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിയിട്ട്. പിന്നെ ഇൻസ്റ്റാമാർട്ട് വന്നതിന് ശേഷം ലൈക്ക് വളരെ കംഫർട്ടബിളാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ഒരു 15 മിനിറ്റ് കൊണ്ട് എപ്പോഴും എത്തും. വളരെ ബ്ലെസ്സിങ് ആണ് കേട്ടോ ഇൻസ്റ്റാമാർട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രായമുള്ള എൻ്റെ പാരൻസിനൊക്കെ ഇപ്പോഴും ലൈക്ക് ഊബർ ബുക്ക് ചെയ്യാനായാലും സ്വിഗ്ഗി ഓർ ഇൻസ്റ്റാമാർട്ട് അതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ല. എന്തിന് ഈവൻ ഗൂഗിൾ പേ പോലും കറക്റ്റ് അറിയില്ല. എല്ലാവരുടെ ഫോണിലുണ്ടെങ്കിലും അവർക്ക് അതൊക്കെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുമാണ്. ആൻഡ് പലപ്പോഴും ഗൂഗിൾ പേ ഒക്കെ പ്രായമുള്ള വളരെ കുറച്ച് ഏജ് ആയവർക്കും വളരെ ടെക് സാവി അല്ലാത്തവർക്കും കുറച്ച് റിസ്കിയാണ്. ലൈക്ക് ഒരു 1000 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവരുടെ കൈ കൊണ്ട് ഇപ്പോൾ ഒരു 0 കൂടെ വന്നാൽ ആകെ പ്രശ്നമല്ലേ. ചിലപ്പോൾ അവരുടെ ആ ഒരു വിഷൻ്റെ ഇഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിപ്പോൾ ശ്രദ്ധിക്കത്ത് കൂടിയില്ല. അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പോഴും അതൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നോ ഷാനി ലൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ എടുക്കാൻ പോയി. അപ്പോൾ ഓക്കെ, ഇഷാനി കുട്ടിയുടെ കൂടെയുള്ള ഡ്രൈവ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇന്നലെ ഒരു മീം ആണ് ലിയാൻ അല്ലേ, ലിയാൻ ഒരു കുഞ്ഞു വണ്ടി, അതെന്റെ കയ്യിലുണ്ടോ എന്തോ വീഡിയോ. ആ റോഡല്ലേ കുറച്ചുകൂടെ പോകുമ്പോ ലെഫ്റ്റ്. ഇനി ആ റോഡ് വളരെ മോശമാണ്, ഇഷാനി സൂക്ഷിച്ചു ഓടിക്കണം. അപ്പൊ ലിയാൻ ഒരു കുഞ്ഞു ടോയ് വണ്ടി ഇങ്ങനെ ഓടിച്ചു കൊണ്ട് ഇടിച്ചു കയറ്റുന്ന പോലത്തെ, ഇടിക്കുന്നില്ല ഇങ്ങനെ, അവ അലറി വിളിച്ച് പോകുന്ന പോലത്തെ ഒരു വീഡിയോ. അപ്പൊ ഈ ലെഫ്റ്റ്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇഷാനി കൊല്ല, അമ്മ ഞാൻ കാർ ഓടിക്കുമ്പോ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇഷാനിയുടെ വിശ്വാസം നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ഡ്രൈവർ ഇഷാനിയാണെന്ന്. നല്ല കുഴിയാണ് ഇഷാനി. സൂക്ഷിച്ച് ഇനി നമുക്ക് ഇഷാനിയുടെ സ്കിൽസ് നോക്കാം. ബുദ്ധിമുട്ടുള്ള പോലെയാണ് പറയുന്നത്. ഇവിടെ എന്തോ ഭയങ്കര സ്കില്ല് വേണമെന്നാണ് അമ്മ പറയുന്നത്. ഒന്നും വേണ്ട. നോക്കട്ടെ. അന്ന് നമ്മൾ തെറിച്ചു പോയില്ലേ ഈ റോഡിൽ. ഞാൻ ഇവിടെ ഇങ്ങനെ കുഴിയാന്ന് അറിയാതെ ഞാൻ ഒരു 30 പോയി. ഇഷാനി ഒരു കില്ലാടിയാണ്. ഭയങ്കര അയ്യോ കണ്ട, എല്ലാരും കണ്ടു ഇഷാനി കുട്ടിയുടെ സ്കില്ല് കണ്ടു. എടാ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നല്ല ഡ്രൈവർ ആവുന്നത്. എത്രയില്ല ഓട്ടിക്കുന്നതിനും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പറ. എത്രയില്ല? 10. അമ്മ പറയുന്നത് ഇതിനെക്കാട്ടിലും സ്ലോ ആയിട്ട് പോണം എന്നാണ് പറയുന്നത്. ഇഷാന് പതുക്കെ പോണം. ഇഷാനിക്ക് ചാൻസ്. ഇന്നലെ രാത്രി കിച്ചൂടെ കൂടെ പോയപ്പോ എന്ത് നല്ല ഡ്രൈവായിരുന്നു. അടിപൊളിയായിട്ട് ഓടിച്ച് സ്ലോ ആയിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ ധൈര്യമായിട്ട്.
നമ്മളെ കൊണ്ട് ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റണം, ടെൻഷനില്ല. ഞാൻ സ്ലോ ആയിട്ടല്ല പതുക്കെ. ഞാൻ നാളെ ഒരു പൈലറ്റ് ആയാൽ പോലും എന്റെ കാറിൽ കയറുമ്പോ അമ്മ പറയും, ഓ പതുക്കെ ഓട്ടിക്ക്. പൈലറ്റിന്റെ കാറോ? അതല്ല, ഞാൻ അത്രയും ലോറി ഓട്ടിക്കുന്ന ആളായാൽ പോലും എന്റെ കൂടെ കേറിയിട്ട് അമ്മ ഇതേ പറയൂ. അത് എന്റെ ഡ്രൈവിങ്ങിന്റെ കുഴപ്പമില്ല. ഞാൻ മൂന്നാമതായോണ്ടായിരിക്കും. ഇനിയിപ്പോ ഹൻസുവിന് എന്നെക്കാട്ടിലും ഗതികേടായിരിക്കും. എക്സ്പോഷർ കൂടി കിടക്കും. എക്സ്പോഷർ ഇങ്ങനെ കൂടിക്കിടക്കും. ആരുടെ ഒരു വാഴ പാവ ഒടുങ്ങി കിടക്കുന്നു. ഹൻസു അല്ല ഇഷാനി, ഇവിടെ ഒരു പറമ്പിലെ കുറേ മാംഗോസ്റ്റിൻ മരങ്ങളാണ്. നോക്കി, ഫുൾ കായുണ്ട്. മാംഗോസ്റ്റിൻ ഫാം ഫുള്ള്. അങ്ങനെ ഓസിയുടെ വീട്ടില് ഫ്ലാറ്റില് ഇഷാനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വന്നു. ഷൂട്ടിങ് കഴിക്കും. ഇവിടെ ബഹളമൊന്നും ഇല്ലായിരുന്നു, സമാധാനമായിട്ട് ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങൾ പോകുന്നു. ഇനി സ്റ്റൈൽ പ്ലസിൽ കുറച്ച് ഇഷാനിക്ക് എന്തോ പണിയുണ്ട്, എനിക്കും എന്തോ പണിയുണ്ടായിരുന്നല്ലോ സ്റ്റൈൽ പ്ലസിൽ. എൻ്റെ പണി എന്താണെന്ന് മറന്നു, അവിടെ പോകുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൈൽ പ്ലസിലോട്ട് പോവാം. ഇന്നലെ ഇവിടെ ഞാൻ സഫീലേക്ക് വന്നിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ വീടൊക്കെ നല്ല നീറ്റാക്കി. ഇന്ന് ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടു. അപ്പം അത്രയൊക്കെ തന്നെ. ഇനി നമുക്ക് സ്റ്റൈൽ പ്ലസിൽ പോകാം. അങ്ങനെ ഞങ്ങൾ കിച്ചൺ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് പതുക്കെ മാറ്റി. ഈ റൂമിലായിരുന്നു കംപ്ലീറ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത്, നടക്കാൻ കൂടി പറ്റാതെ. ഞങ്ങളുടെ കിച്ചണിലെ ഫ്രിഡ്ജ് ഇതാ, നമ്മുടെ പഴയ ഫ്രിഡ്ജ് ഇതാ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് കുറേ മാറ്റി. ഇനി നമുക്കൊരു 3-4 ദിവസം കഷ്ടപ്പെട്ടാലേ നമുക്ക് തിരിച്ചെല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റും. ബാക്ക് ടു കിച്ചൺ കബേർഡ്സിലോട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കണം, ആവശ്യമില്ലാത്തത് മാറ്റണം. ഭയങ്കര ടഫ് വർക്കാണ്. കുറച്ച് ദിവസത്തേക്ക് നടുവില്ല ഒട്ടിങ്ങി പോകണം. എനിക്കാണെങ്കിൽ മറ്റന്നാളാണെങ്കിൽ ഒരു ഷൂട്ടും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം. ഐ തിങ്ക് ഒരു 1/2 hour ഫുട്ടേജ് കിട്ടിക്കാണും. ആൻഡ് വിൽ സ്റ്റാർട്ട് സംതിങ് ഫ്രഷ് സൂൺ. കിച്ചൺ റെഡിയായിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്ത് പൊളിക്കാം. ഈ പാട്ട് ഇവിടെ ഇങ്ങനെ ഹൈ വോളിയം നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. സൗണ്ട് ഭയങ്കര പ്രോബ്ലമാണ്. ഈശാനി വരെ ഇന്നലെ ഓസിയുടെ ഫ്ലാറ്റിൽ പോയാണ് അവളുടെ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഹൻസു ഇന്ന് പോകാതിരുന്നതാണ്, പക്ഷെ ഇത് ഭയങ്കര മഴക്കോൾ വന്നപ്പോൾ ഭയങ്കര ഡള്ളായിപ്പോയി. അപ്പോൾ നമുക്ക് ആ ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടില്ല. അപ്പോൾ നാളെ പോകുന്നു വെച്ചാൽ നാളെ ഇനി ഹൻസു കുട്ടിക്ക് കോളേജിൽ പോകണം, ഹോൾ ടിക്കറ്റിന് അപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇനി കുറേ പണി ബാക്കിയുണ്ട്, ഇനി പോയി കുറേ പണി ചെയ്യട്ടെ. ഹൻസും ഒക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. എന്ത് പണിക്ക് എവ്രിബഡി ആ ഹെൽപ്പിങ്. കുമാരിയും വന്നു, എല്ലാവർക്കും നല്ല പണിയായിരുന്നു. അപ്പോൾ see you all soon in my next video. All of you all take care. Bye.